യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാർ എടുക്കണമെന്ന് വർഷങ്ങളോളമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് സ്വരൂപിച്ച പൈസയുമായിട്ട് ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കാനായിട്ട് കോട്ടയത്തേക്ക് പോവാണ്. ചങ്ങനാശ്ശേരിയിലാണ് വണ്ടി കിടക്കുന്നത്. കോട്ടയം ബസ് കയറി കോട്ടയത്ത് നിന്ന് മാറി കയറാമെന്ന് വിചാരിച്ചു. 97 രൂപയാണ് പെരുമ്പാവൂരിൽ നിന്ന് കോട്ടയത്തേക്ക്. എന്താണെന്നറിയില്ല, യാതൊരു വിധത്തിലുള്ള എക്സൈറ്റ്മെന്റും എൻ്റെ മനസ്സിലില്ല. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അഷ്കറുണ്ട്. അവൻ്റെ വീട് പത്തനാപുരമാണ്. അപ്പോൾ അവിടെ നിന്ന് അവൻ നേരെ ചങ്ങനാശ്ശേരിക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദേ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. അവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓൺ ദ സ്പോട്ടിൽ വോയിസ് ഒക്കെ കൊടുത്ത് വ്ളോഗൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊക്കെ വിട്ടുപോയി. കോട്ടയം ജില്ലയിൽ നമ്മൾ 4 വണ്ടിയാണ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ വണ്ടി കിടക്കുന്നത് ചങ്ങനാശ്ശേരിക്ക് അടുത്താണ്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓർഡിനറി ബസ്സും കയറിയിട്ട് ഞാൻ നേരെ ചങ്ങനാശ്ശേരിക്ക് തിരിച്ചു. ഇപ്പം തന്നെ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ ഈ 4 വണ്ടികളിലെ ഉടമയ്ക്കൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വണ്ടി പോയോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ കൂട്ടുകാരനെ കണ്ടുമുട്ടി. അവനിങ്ങനെ വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് 3 കിലോമീറ്റർ പോകാനായിട്ട് ഓട്ടോച്ചേട്ടൻ്റെ അടുത്ത് പൈസ ചോദിച്ചു. പുള്ളിക്കാരൻ പറയാ 100 രൂപ എന്ന്. ഞങ്ങളൊന്നും മിണ്ടിയില്ല. ബസ്സിന് വെയിറ്റ് ചെയ്തു. ബസ്സും കയറിയിട്ട് ഇപ്പോൾ കാറ് കാണാനായിട്ട് വന്നേക്കാണ്. ഒറ്റ നോട്ടത്തിൽ കാറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീടാണ് ആ ഒരു ചതികളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത്. താഴെയൊക്കെ നല്ല രീതിയിൽ തുരുമ്പുണ്ടായിരുന്നു. മാത്രമല്ല വണ്ടി നമ്മൾ ഓണാക്കിയിട്ട് AC ഇട്ട അപ്പം തന്നെ വണ്ടി ഓഫാവും. തുരുമ്പ് ഞങ്ങൾ അധികം കാര്യമാക്കിയില്ല. പക്ഷേ AC ഇട്ട ഉടനടി വണ്ടി അങ്ങോട്ട് ഓഫായി പോകും. എന്തെങ്കിലും സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്താണെന്ന് ഒന്നും പിടിയില്ല. അങ്ങനെ ഞങ്ങൾ ആ വണ്ടി വേണ്ടെന്ന് വെച്ചിട്ട് നേരെ ചങ്ങനാശ്ശേരി പോയി ബിരിയാണിയൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു വണ്ടിയും കൂടി നോക്കാമെന്ന് കരുതിയിട്ട് കോട്ടയത്തേക്ക് തിരിച്ചേക്കാണ്. കോട്ടയം അയർക്കുന്നത്താണ് ഈ ഒരു വണ്ടി കിടക്കണത്. അങ്ങനെ രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ ആ ഒരു വീട്ടിലേക്ക് എത്തിയത്. മറ്റേ വണ്ടി നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഒരുമാതിരി എഞ്ചിനൊക്കെ കിടന്നിട്ട് എഞ്ചിൻ മൗണ്ടും കാര്യങ്ങളൊക്കെ കിടന്ന് വിറയ്ക്കും. അതേപോലെ ആ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ ഇളകുമായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി വളരെ സ്മൂത്ത് ആയിരുന്നു. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഗട്ടർ കൂടെയും അല്ലാണ്ടും ഒക്കെ ഞങ്ങൾ ഓടിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. പക്ഷെ അന്ന് രാത്രി നമുക്ക് അക്ഷയ വഴിയിട്ട് പേപ്പർ മാറാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിൽ മുറിയൊക്കെ എടുത്തു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ അക്ഷയിൽ നിന്ന് പേപ്പർ RC കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ട് വണ്ടി എടുത്ത് പോകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന അയർക്കുന്നം ടൗണിലുണ്ടായിരുന്ന ഒരു ലോഡ്ജാണ്. അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് റിസ്ക് അല്ലേ. പിന്നെ അതുമല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടുണ്ടായിരുന്നു. ആദ്യം കണ്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2-3 മണിക്കൂർ കിടന്നും മലന്നൊക്കെ നോക്കി, ഒരു രക്ഷയില്ല, ഒരു തൃപ്തിയും കിട്ടണില്ല. പക്ഷേ ഈ വണ്ടി നമ്മൾ രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി, തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഓണറാണെന്നുണ്ടെങ്കിൽ ഡീലറല്ല. അതൊരു പ്രത്യേകതയാണ്. പുള്ളിക്കാരൻ പൊന്നു പോലെ കൊണ്ടുനടക്കണം. നല്ല കിടിലം വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങളാണ്. കുളിച്ചിട്ട് പോലും ഇല്ല, ചുമ്മാ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേറെ അക്ഷയ്ക്ക് പോയി. ഇതാണ് നമ്മുടെ വണ്ടി. സെന്ന് എസ്റ്റിലോ ആണത്. 2010 മോഡലാണ്. പിന്നെ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് താക്കോൽദാനം കർമ്മത്തിലേക്ക് കിടക്കുകയാണ്. പക്ഷേ കിഴക്കുന്ന് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ കിഴക്ക് ഏതാന്ന് ആർക്കൊരു പിടിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ലോണം 2 കൂട്ടരും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണവും അതേപോലെ തന്നെ താക്കോലും കൈമാറി. സത്യം പറഞ്ഞാൽ ഫോണിൽ ചാർജ് പോലും ഉണ്ടായിരുന്നില്ല. അക്ഷയ പോയിട്ടുണ്ടെങ്കിൽ ഒരു OTP വരും എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഫോണിൽ കളിക്കാനും നിന്നില്ല. അന്നത്തെ ദിവസം രാത്രി ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ ഏറ്റുമാനൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ കുറവിലങ്ങാട്, പിന്നെ നമ്മുടെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്ങനെ പോകാമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. പോകുന്ന വഴിയിൽ നമുക്ക് കൂളൻ്റ് ഒന്ന് മാറാനായിട്ടുണ്ട്. വേറെ ഒന്നും മാറാനായിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഓണർ ഓൾറെഡി മാറി വെച്ചിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കാർ എടുക്കണതിൻ്റെ തലേ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓണാക്കി നോക്കും. 5:30 അല്ലെങ്കിൽ 1 മണി 2 മണി. ഇത് അന്നത്തെ ദിവസം സമയമേ പോയിട്ടില്ല. ഞങ്ങൾ 2 പേരും ശരിക്കും പറഞ്ഞ് ഉറങ്ങിയിട്ടില്ല. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സെന്നസ്റ്റിലോ 2010 മോഡൽ LXi ആണ്. പക്ഷേ ഇതിൽ സെൻട്രൽ ലോക്ക് അതുപോലുള്ള പല പല സെറ്റപ്പുകളും ഓണർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി കൂടിയാണ്. ഇനി ഏകദേശം 2030 നമുക്ക് അടുത്ത ടെസ്റ്റ് വരുന്നത്. 5 വർഷം ഗ്യാപ്പ് വരുന്നുണ്ട്. നമുക്കൊരു 2 വർഷം എന്തായാലും ട്രാവൽ ചെയ്യാനായിട്ട് ധാരാളമാണ്. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ഐഫോണൊക്കെ ചാർജ് കഴിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും അല്ലായിരുന്നു. കാരണം കുളിച്ചിട്ടില്ല, ആ കലച്ചിലായിരുന്നു, ക്ഷീണമുണ്ട്, കഴിഞ്ഞ ദിവസം കിടന്ന് ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. അപ്പം ഞങ്ങൾ ഏകദേശം 30 കിലോമീറ്റർ ഓടും, പിന്നെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കും, അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കൂളൻ്റൊക്കെ ഉള്ള ഒരു കട കണ്ടുപിടിച്ചു. അങ്ങനെ കൂളൻ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ കടയോട് ചേർന്നിട്ട് തന്നെ സീറ്റ് കവറൊക്കെ തയ്പ്പിച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും സീറ്റ് കവർ ഉണ്ടാക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാറിൻ്റെ സീറ്റ് കവറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശമൊന്നുമല്ല, നല്ലതാണ്. പിന്നെ ഈ കാർ ഓടിക്കുന്ന എനിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ഏകദേശം 10-11 വർഷം മുമ്പേ ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചാണ്. അതിനുശേഷം 1-2 പ്രാവശ്യം മാത്രമാണ് കാറൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് കാറ് തൊടുന്നത് തന്നെ.
അങ്ങനെ പതിയെ പതിയെ ഞങ്ങൾ സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലൊക്കെ മാറി മാറി ഇട്ട്. അഷ്കർക്ക് നല്ല എക്സ്പേർട്ടാണ് ഡ്രൈവിങ്ങിലൊക്കെ, പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സെറ്റായി വരുന്നുള്ളൂ. ശരിക്കും ഒന്നും കൂടി ഒന്ന് ഡ്രൈവിംഗ് ഒന്ന് സെറ്റാക്കാനുണ്ട്. അതിനിപ്പോൾ എന്തായാലും ട്രിപ്പിനൊക്കെ പോയി തുടങ്ങുമ്പോൾ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ട്രാവൽ ചെയ്തിട്ട് വീഡിയോസ് ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ. വണ്ടി തന്നെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഒരു വാൻ ലൈഫ് അല്ലെങ്കിൽ കാർ ലൈഫൊക്കെ. പക്ഷേ 2018 തുടങ്ങിയിട്ട് ഇതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഒരു കാർ എടുക്കാനായിട്ട് സാധിച്ചത്. അതിനു മുമ്പ് നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എക്സ്പ്ലനേഷൻ ചാനലാണ്, മൂവി എക്സ്പ്ലനേഷൻ ചാനലായിരുന്നു. അത് ഏകദേശം 3 ലക്ഷത്തിനടുപ്പിച്ച് സബ്സ്ക്രൈബും കാര്യങ്ങളും പ്ലേ ബട്ടണൊക്കെ കിട്ടിയ ചാനലായിരുന്നു. പക്ഷേ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ട് പോയി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ട്രാവൽ കണ്ടൻറ് ആകുമ്പോൾ നമ്മുടെ ഓൺ കണ്ടൻറ്റാണ്, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ തിരിയുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മൾ ആദ്യം ഒറ്റയടിക്ക് ഓൾ ഇന്ത്യ അങ്ങനെയൊന്നും നോക്കണില്ല. ആദ്യം ഓൾ കേരളം തന്നെ ഞാൻ മുഴുവൻ ഇതുവരെ കണ്ടു തീർന്നിട്ട് പോലുമില്ല. എന്തോരം കാണാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് നമ്മൾ ഇടിപിടിയെന്നൊന്നും തീർക്കില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരു ജില്ലയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഒരുപാട് ദിവസങ്ങൾ അവിടെ തന്നെ തങ്ങി അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അത് നിങ്ങളിലേക്ക് എത്തിച്ച് അങ്ങനെ പതുക്കെ പോകാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് ഡ്രൈവിംഗ് ഒന്ന് ആ കൈയൊന്ന് തെളിയിക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്നില്ലെങ്കിൽ ഡ്രൈവിൽ സ്കൂളിലൊന്നും കൂടി പോകണം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ വണ്ടിയൊന്നും ഇല്ലാത്ത റോട്ടിലേക്ക് ഒന്ന് എടുത്ത് പതിയെ ഈ കയറ്റത്തു നിന്നൊക്കെ ആ ക്ലച്ചും കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ട്രാഫിക്കിൽ പെടുമ്പോഴുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ വണ്ടി കഴുകാനായിട്ട് കൊടുത്തേക്കാണ്. അത്യാവശ്യം 10-70 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എഞ്ചിനിൽ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കണില്ല. ഞാനത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, കൂളൻ്റ് മാറാനായിട്ട് നോക്കിയപ്പോൾ അതിൽ ആ ഒരു വർക്ക്ഷോപ്പുകാരൻ പറയുന്നുണ്ടായിരുന്നു കൂളൻ്റ് ഇപ്പോൾ തൽക്കാലം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഹീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളൻ്റ് മൊത്തത്തിലൊന്ന് ആ റേഡിയേറ്റർ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും കൂളൻ്റ് ഒഴിച്ചാൽ മതിയെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഒരു തരത്തിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വൈകാതെ നമ്മൾ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിനു മുമ്പ് വണ്ടിയായിട്ടൊന്ന് നല്ല രീതിയിൽ എനിക്ക് ഇണങ്ങാനായിട്ടുണ്ട്, വണ്ടിയെ അടുത്തറിയാനായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസും അല്ലെങ്കിൽ ഡ്രൈവിംഗ് എബിലിറ്റി കുറച്ചും കൂടി ഒന്ന് വർദ്ധിപ്പിക്കാനും ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്തായാലും മെയിൻ റോട്ടിലേക്ക് അല്ലെങ്കിൽ വലിയ ലോങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ അഷ്കറിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവനെന്തായാലും ഞാൻ വിളിക്കുന്നുണ്ട്. അവൻ ചിലപ്പോൾ എൻ്റെ കൂടെ കേരള ട്രിപ്പിലുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. വണ്ടി തന്നെ കിടന്നുറങ്ങി വണ്ടി തന്നെ പാചകം ചെയ്ത് അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ള ആ ഒരു പ്ലാനാണ്, ആ ഒരു ലൈഫാണ് എനിക്കിഷ്ടം. അതിൽ നിന്നുള്ള ആ ഒരു യാത്രയും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്കൂളിൽ കഴിഞ്ഞപ്പോൾ അതേ ആളിങ്ങനെട്ടാ കാണാൻ. വലിയ കുട്ടപ്പനൊന്നായിട്ടില്ല, 2010 മോഡലിൻ്റെ കുട്ടപ്പനായിട്ടുണ്ട്. വീട്ടിൽ സ്ഥലമില്ല ഇടാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു പഴയൊരു ഫാക്ടറി ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുക. അത് തുറക്കാറൊന്നുമില്ല. അപ്പോൾ റോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഷ്കർ ഭായ് ഇതേ കൊല്ലത്തിലേക്ക് യാത്ര മടങ്ങുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ 2 സ്വപ്നങ്ങളാണ് ഈ കാണുന്നത്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് നേടാനായിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.